ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഭട്ടൂരയാണ്. അപ്പം ഈ ഒരു ഭട്ടൂര എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ഈസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തൈരും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ചേരുവകളും ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളെ ഭട്ടൂരക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 3 to 4 hours ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മളെ ഭട്ടൂരൻ്റെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതും ഒന്നുകൂടി ഒന്ന് നീഡ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. കുറച്ച് മൈദ കൊണ്ട് ടോപ്പിലിട്ടതിന് ശേഷം അതിലേക്കാണ് ഈ മാവ് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നത്. ഈ ഡോ എത്രത്തോളം നമ്മളിങ്ങനെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുന്നോ അത്രയും നമ്മളെ ഭട്ടൂര സോഫ്റ്റായിട്ട് മാറും. അപ്പോൾ ഇനി ഭട്ടൂര പരത്താനായിട്ടുള്ള മാവ് ഓരോ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ റോൾ ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഒരു മീഡിയം സൈസിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. അധികം തിന്നാവാനും പാടില്ല, അധികം തിക്കാവാനും പാടില്ല. അപ്പം ഒരു മീഡിയം ലെവലിൽ വേണം നമുക്കിത് പരത്തിയെടുക്കാനായിട്ട്. റൗണ്ട് ഷേപ്പിൽ പരത്തിയതിന് ശേഷം ഇത് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ഇവിടെ ആദ്യമേ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഈ ഒരു ഭട്ടൂരൻ്റെ റെസിപ്പി വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ക്രിസ്പിയും സോഫ്റ്റുമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഭട്ടൂര റെസിപ്പിയാണ്. ഓയിലേക്ക് ഇടുമ്പോൾ തന്നെ ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് ഈ ഒരു ഭട്ടൂര. 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് എടുത്തു മാറ്റാം. അപ്പം ഭട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സോഫ്റ്റാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.